ആഗോള കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് കണ്ണീരോടെ ലോകം വിട നൽകി. നിരവധി ആചാരങ്ങളിലൂടെയാണ് പോപ്പിന്റെ മരണം സ്ഥിരീകരിക്കുന്നത് മുതൽ പുതിയ പോപ്പിനെ തിരഞ്ഞെടുക്കുന്നത് വരെയുള്ള നടപടികൾ നടക്കുന്നത്. ഇതിലൊന്നാണ് മാർപ്പാപ്പയുടെ മുദ്രമോതിരം നശിപ്പിക്കുക. എന്തിനാണ് പോപ്പിന്റെ മുദ്രമോതിരം നശിപ്പിക്കുന്നത്? പരിശോധിക്കാം. മാർപ്പാപ്പയുടെ മുദ്രമോതിരം പാപ്പൽ റിംഗ് എന്നും ഫിഷർമെൻ റിംഗ് എന്നും അറിയപ്പെടുന്നു. വലത് കൈയിലെ മോതിരവിരലിലാണ് സാധാരണയായി മാർപ്പാപ്പ മുദ്രമോതിരം ധരിക്കുന്നത്. സഭയ്ക്കുള്ളിലെ റോളിനെയും അധികാരത്തെയും ഇത് സൂചിപ്പിക്കുന്നു. 13-ാം നൂറ്റാണ്ടിലാണ് പാപ്പൽ മോതിരം നശിപ്പിക്കുന്ന പാരമ്പര്യം തുടങ്ങിയത്. മാർപ്പാപ്പയുടെ മരണശേഷം വ്യാജരേഖകൾ നിർമ്മിക്കുന്നതിനോ അധികാരം പിടിച്ചെടുക്കുന്നതിനോ ഉള്ള ശ്രമങ്ങൾ തടയുന്നതിനാണ് ഈ രീതി. വത്തിക്കാൻ ഭരണത്തിന്റെ ഔദ്യോഗിക രേഖകളും പ്രവർത്തികളും മുദ്രവയ്ക്കാൻ ഈ മോതിരങ്ങൾ ഉപയോഗിച്ചിരുന്നതിനാൽ ഇവ അനധികൃത വ്യക്തികളുടെ കൈകളിൽ എത്തിയാൽ ദുരുപയോഗം ചെയ്യപ്പെടാനുള്ള സാധ്യതയേറെയാണ്. ഒരു പോപ്പിന്റെ മരണശേഷം മോതിരം നശിപ്പിക്കുന്നത് അദ്ദേഹത്തിന്റെ പോണ്ടിഫിക്കേറ്റിന്റെ അവസാനത്തെ സൂചിപ്പിക്കുന്നു. മാത്രമല്ല, അടുത്ത പോപ്പിന്റെ തെരഞ്ഞെടുപ്പിനായി കാത്തിരിക്കുന്ന സെഡെ വെക്കിന്റെ കാലഘട്ടത്തിന്റെ തുടക്കവും ഇത് അടയാളപ്പെടുത്തുന്നു.